ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അലൈഡ് ട്രേഡുകളെ കുറിച്ചാണ്. അപ്പോൾ നമ്മളെ ഈ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കലിൻ്റെ സിലബസ് അനുസരിച്ചിട്ട് നമുക്ക് അലൈഡ് ട്രേഡാണ് പഠിക്കാനുള്ളത്. അലൈഡ് ട്രേഡിൽ എന്ന് വെച്ചാൽ അതിൽ ഫിറ്റർ ഉണ്ട്, മെഷീനിസ്റ്റ് ഉണ്ട്, ടർണർ ഉണ്ട്, ഷീറ്റ് മെറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ ഉണ്ട്. അപ്പോൾ ഇത്രയും ട്രേഡുകളിലുള്ള തിയറിയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫിറ്റർ എന്ന് പറയുന്ന ഒരു അലൈഡ് ട്രേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഫിറ്ററിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകളിൽ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള ടൂൾസുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഓരോ വർക്ക്ഷോപ്പുകളിലും ഡിഫറെൻറ്റ് ടൂൾസുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസുകളെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ ടൂൾസുകളെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം കൈകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾസുകളുണ്ട്, അതുപോലെ മെഷീൻസ് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് പവർ കൊടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾസുകളുണ്ട്. നമ്മളിവിടെ പഠിക്കുന്നത് ഹാൻഡ് ടൂൾസുകളാണ്, അതായത് കൈകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾസുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ടൂൾസുകളെ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറി ആക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മെഷറിംഗ് ടൂൾസ് ഉണ്ട്, അതായത് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമുള്ള ടൂൾസുകളുണ്ട്. അതുപോലെ തന്നെ കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസുകളുണ്ട്, അതുപോലെ തന്നെ സ്ട്രൈക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസുകളുണ്ട്, അതുപോലെ തന്നെ മാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഹാൻഡ് ടൂൾസിൽ പെടുന്നതാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് മെഷറിംഗ് ടൂൾസുകളാണ്. മെഷറിംഗ് ടൂൾസുകളെല്ലാം പഠിക്കുന്നില്ല, നമ്മൾ അത് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ചെയ്യുക. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മെഷറിംഗ് ടൂൾസിൽ ജനറലായിട്ട് ഉപയോഗിക്കുന്ന മെഷറിംഗ് ടൂൾസുകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് മുമ്പ് നമുക്ക് ആദ്യം മെഷർമെൻറ്റ് എന്താണെന്ന് പഠിക്കാം. ഇപ്പം നിങ്ങൾ കാൽക്കുലേഷൻ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താണ് മെഷർമെൻറ്റ്, അതുപോലെ തന്നെ യൂണിറ്റ്സ് എന്നൊക്കെ. അപ്പോൾ നമുക്ക് ആക്ച്വലി മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ പറ്റുക? അപ്പോൾ ഒരു ഓബ്ജക്റ്റിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ശരിക്ക് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി കമ്പാരിസൺ ആണ് വിത്ത് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്. ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റും കൊണ്ട് ഒരു ഓബ്ജക്റ്റിനെ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. ആ കമ്പയർ ചെയ്യുമ്പോൾ എന്താണോ നമുക്ക് കിട്ടുന്നത് അതായിരിക്കും അതിൻ്റെ സൈസ് അല്ലെങ്കിൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്കെയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ആ സ്കെയിൽ ഉപയോഗിക്കുക. ആ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റാണ്. ഈ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റുള്ള സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഒരു ഓബ്ജക്റ്റിനെ ജസ്റ്റ് അത് അളന്ന് നോക്കുകയാണ്. അളന്ന് നോക്കുമ്പോൾ എന്താണോ കിട്ടുന്നത്, അല്ലെങ്കിൽ ഞാൻ ആ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ ഡിറ്റർമിൻ ചെയ്യുകയാണ് എന്താണ് അതിൻ്റെ സൈസ് നോക്കാൻ വേണ്ടി. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന ആ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക? ആ ഒബ്ജക്റ്റിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ വർക്ക്ഷോപ്പുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മെട്രിക് സിസ്റ്റത്തിലാണെങ്കിൽ മീറ്ററാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ്സ്. പക്ഷെ നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ നമ്മൾ മീറ്റർ എന്ന് പറയുന്നത് വലിയ യൂണിറ്റാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ചെറിയ യൂണിറ്റായ മില്ലിമീറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ്. അതായത് വർക്ക്ഷോപ്പുകളിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ഷാഫ്റ്റുകൾ, ചെറിയ പിന്നുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മീറ്ററിൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മില്ലിമീറ്റർ എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മുടെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പുകളിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് ഓരോ ടൂൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മെഷറിംഗ് ടൂൾസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് സ്റ്റീൽ റൂള് എന്ന് പറയുന്നത്. സാധാരണ സ്കെയിൽ പോലെയുള്ള സ്കെയിലിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട് സ്റ്റീൽ റൂൾ. അപ്പോൾ സ്റ്റീൽ റൂള് എന്ന് പറയുന്നത് ആക്ച്വലി എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്? മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അല്ലേ. അപ്പോൾ ഈ മെഷർമെൻറ്റിനെ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് മെഷറിംഗ് ഉണ്ട്, ദെൻ ഇൻഡയറക്റ്റ് മെഷറിംഗ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം സ്റ്റീൽ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് ആ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്താൽ ഓബ്ജക്റ്റിൻ്റെ സൈസ് നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിന് എക്സാമ്പിളാണ് എന്ത്? സ്റ്റീൽ റൂള് എന്ന് പറയുന്നത്. ഇനി സ്റ്റീൽ റൂൾ ഉപയോഗിക്കുന്ന എങ്ങനെയുള്ള ഡയമെൻഷൻസ് എടുക്കാം? ഒന്നുകിൽ എക്സ്റ്റേണലി ഡയമെൻഷൻ എടുക്കാം, അല്ലെങ്കിൽ ഇൻറ്റേർണലി ഡയമെൻഷൻ എടുക്കാം. അത് വളരെ എക്യുറസി കുറച്ച് കുറവാണ്, അത് കൂടുതൽ പറഞ്ഞുതരാം. അപ്പോൾ അതിന് ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ ലെങ്ത് എടുക്കാം, ഒരു ഒബ്ജക്റ്റിൻ്റെ ലെങ്ത് എടുക്കാം, ഒരു സർക്കുലർ റോഡിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യാം, അതുപോലെ തന്നെ തിക്നെസ് മെഷർ ചെയ്യാം, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡയമീറ്റർ എടുക്കാം, ഇൻറ്റേർണൽ ഡയമീറ്റർ എടുക്കാം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണെന്ത്? സ്റ്റീൽ റൂള് എന്ന് പറഞ്ഞത്. സ്റ്റീൽ റൂൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു വളരെ ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾ കാണാൻ സാധിക്കും, വളരെ തിന്നായിട്ടുള്ള ഒരു ഫ്ലാറ്റ് പീസായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അത് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുക?
ഒന്നിക്കൽ സ്പ്രിംഗ് സ്റ്റീലോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലോ ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ സ്റ്റീൽ റൂളിന് ഒരു സ്പ്രിംഗ് സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ ഈ സ്റ്റീൽ റൂളിന് എന്തുണ്ടാവാൻ പാടില്ല, തെർമൽ എക്സ്പാൻഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ടെമ്പറേച്ചർ ചിലപ്പോൾ കൂടിയിരിക്കും കുറഞ്ഞിരിക്കും അല്ലേ. അപ്പോൾ ഈ ടെമ്പറേച്ചർ വേരിയേഷനിൽ ഈ മെറ്റീരിയലിന് എന്തുണ്ടാവാൻ പാടില്ല, ലെങ്ത് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ പാടില്ല. അപ്പോൾ അതിനെ റെസ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്പ്രിംഗ് സ്റ്റീലും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലും ഉപയോഗിച്ചിട്ട് ഇതുണ്ടാക്കാൻ കാരണം, ഈ സ്റ്റീൽ റൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം. പിന്നെ സ്റ്റീൽ റൂളിൻ്റെ നിങ്ങൾ പുറത്തൊക്കെ നോക്കിയാൽ കാണാൻ നല്ല ഷൈനി അപ്പിയറൻസ് ആയിരിക്കും. ആ ഷൈനി അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ ക്രോമിയം പ്ലേറ്റ് കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, ക്രോം പ്ലേറ്റഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഷൈനി അപ്പിയറൻസിന് വേണ്ടിയിട്ട്. അതുപോലെ ഇതിൻ്റെ എഡ്ജ് നോക്കിയാൽ എന്തായിരിക്കും, വളരെ ഫിനിഷ്ഡ് ആയിരിക്കും. കാരണം ഇവിടെയാണ് നമ്മൾ വേണ്ടുന്ന മെഷർമെൻ്റ് എടുക്കുന്നതും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് എഡ്ജൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഭാഗം നല്ല സ്മൂത്തായിട്ട് മെഷീൻ ചെയ്തിരിക്കും. അതുപോലെ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചെറിയൊരു ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ഹോൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഇതിലെ ഹോള് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അക്യുറസി എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റീൽ റൂളിൽ അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂവിനെയാണെന്ന് പറയുക, അതിൻ്റെ ആക്യുറസി എന്ന് പറയാം അല്ലേ. അപ്പോൾ ആക്യുറസി എന്ന് പറയുന്നത് 0.5 മില്ലിമീറ്റർ ആണ്. അതായത് ഈ സ്റ്റീൽ റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവെന്ന് പറയുന്നത് എത്രയാണ്, 0.5 മില്ലിമീറ്റർ ആണ്. ഇനി ഇത് മാർക്കറ്റിൽ അവൈലബിൾ എന്ന് പറഞ്ഞാൽ 150 mm ഉണ്ട്, 300 mm ഉണ്ട്, 600 mm ഉണ്ട്, 750 mm ഉണ്ട്, 1 മീറ്റർ ഉണ്ട്. ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെങ്ത്തുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ 1, 2, 3, 4 അങ്ങനെ കാണിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ ഈ 1 എന്ന് പറഞ്ഞാൽ എന്താ, ആക്ച്വലി സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ, ഈ 1-ൻ്റെയും 2-ൻ്റെയും ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ ഓരോ വരകളുണ്ട്. ആ വരകളാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ആ ഒരു വര എന്ന് പറയുന്നത് എത്രയാണ്, 1 mm ആണ്. വീണ്ടും ആ 1 mm വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നേർത്ത വരയും കൂടെ, അത് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ സാധിക്കില്ല. ആ നേർത്ത വരയാണ് അതിൻ്റെ 0.5 mm എന്ന് പറയുന്നത്. ഇനി ചില സ്റ്റീൽ ഹോൾഡർ നിങ്ങൾ താഴത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും, ഇതിൻ്റെ അകത്ത് ഇഞ്ച് സിസ്റ്റവും വെച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചത് ഇഞ്ച് സിസ്റ്റമാണ്. പക്ഷേ ഇപ്പം നമ്മൾ മെട്രിക് സിസ്റ്റം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മില്ലിമീറ്റർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാരണം. അപ്പോൾ സ്റ്റീൽ റൂളിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് 0.5 മില്ലിമീറ്റർ ആണ്. ഇനി സ്റ്റീൽ റൂളും സ്കെയിലും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സ്കെയിലാണെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്, ഈ എൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ 0 സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. എന്നാൽ സ്റ്റീൽ റൂളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിൻ്റെ ഈ എൻഡ് തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സ്റ്റീൽ റൂളിൻ്റെ ആക്യുറസി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം, നിങ്ങൾ അത് എവിടെയെങ്കിലും ആണിയുടെ മുകളിൽ വെച്ചിട്ട് തൂക്കിയിടണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഈ എഡ്ജ് പൊട്ടിപ്പോയാൽ നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ആക്യുറസി നഷ്ടപ്പെടും. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് കാലിപ്പേഴ്സ്. അപ്പോൾ കാലിപ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് എന്താ മനസ്സിലാക്കാൻ, ഇൻഡയറക്റ്റ് എന്നാണ്. അതായത് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റൂല, ഇതിൻ്റെ അകത്ത് മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പിന്നെ എന്തേ പറ്റുള്ളൂ, ഇതിൻ്റെ അകത്ത് കിട്ടുന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റീൽ റൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിന് എക്സാമ്പിളാണ് കാലിപ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ കാലിപ്പേഴ്സ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. ഇങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് ജോയിൻറ്റ്. ഈ കാലിപ്പേഴ്സിന് അതിൻ്റെ ലെഗുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ജോയിൻറ്റ് അതിനനുസരിച്ചിട്ടും ആ ലെഗുകളുടെ ഷേപ്പിനനുസരിച്ചിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ജോയിൻറ്റിനനുസരിച്ചിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തേന് പറയുന്ന പേരാണ് ഫേം ജോയിൻറ്റ് എന്ന് പറയും, രണ്ടാമത്തേനെ പറയുന്ന പേരാണ് സ്പ്രിംഗ് ജോയിൻറ്റ് കാലിപ്പേഴ്സ് എന്നാണ് പറയുക. ഫേം ജോയിൻറ്റ് ആൻഡ് സ്പ്രിംഗ് ജോയിൻറ്റ്. ഇതിൽ ഫേം ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു കാലിപ്പറാണ്. ഈ കാലിപ്പറിൻ്റെ ഈ ഭാഗത്തിന് നമ്മൾ പറയാം ലെഗ് എന്നാണ് പറയാം. ഈ കാലിപ്പറിൻ്റെ രണ്ട് ലെഗുകളും കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് ലെഗുകളും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്ക്രൂ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാണ്. ആ സ്ക്രൂ ഉപയോഗിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പിവട്ട് ചെയ്യുക എന്നാണ് പറയാം, പിവട്ടഡ് എന്നാണ് പറയാം, പിവട്ട്. അതുകൊണ്ടെന്താ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ലെഗിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൂവ് ചെയ്യിക്കാം. ഈ ലെഗിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൂവ് ചെയ്യും.
അപ്പോൾ ഈ രണ്ട് ലഗുകളും ജോയിൻ ചെയ്തിരിക്കുന്നത് പിവറ്റ് ടൈപ്പാണ്. ആ പിവറ്റ് ടൈപ്പ് ജോയിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫേം ജോയിൻറ്റ് കാലിപ്പർ എന്ന് പറയാം. ഇനി ഇതിൽ എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുക? നമുക്ക് എടുക്കാൻ വേണ്ടി ഈ രണ്ട് ലഗുകൾ ഉണ്ടാവും അല്ലേ, ഈ ലഗുകളെ നമ്മൾ എന്ത് ചെയ്യും, രണ്ടിനെയും പുറത്തോട്ടേക്ക് വലിക്കും. ഇങ്ങോട്ടേക്ക് നമ്മൾ വലിക്കുകയാണ്, ഇതിനെ ഇങ്ങോട്ടേക്കും വലിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് കാലുകളും അകന്ന് വരും അല്ലേ. എന്നിട്ട് നമുക്ക് ഏതാണോ ഒബ്ജക്റ്റ് ആ ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് വെക്കുക. അതിനുശേഷം അതിന് ഈ ലഗുകൾ നമുക്ക് ആവശ്യമനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മുകളിലോട്ടേക്ക് വലിക്കാനും പറ്റും. അതായത് ഈ സൈഡിലേക്കും പോയിക്കാം, ലെഫ്റ്റിലേക്കും പോകാം, റൈറ്റിൽ താഴോട്ടേക്കും വരുത്താം. എന്നിട്ട് നമ്മൾ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ മെഷർമെൻ്റ് എടുക്കുക. ആ മെഷറിനെ നമ്മൾ ഇടത്തേക്ക് കൊണ്ടുപോകും. സ്റ്റീൽ റൂളിൽ വെച്ച് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ മെഷർമെൻറ്റ് എടുക്കുന്നത്. എന്നാൽ സ്പ്രിംഗ് ജോയിൻറ്റ് കാലിപ്പറിനൊരു പ്രത്യേകത ഉണ്ട്. നേരത്തെ ഇതിന് അപേക്ഷിച്ചിട്ട് ഇതിനൊരു പ്രത്യേകത എന്താണ്? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതാണ് നമ്മളതിൻ്റെ ലെഗ്. ഈ ലെഗിനെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു നെറ്റ് ബോൾട്ട് ഉണ്ട്, അതിലൊരു അഡ്ജസ്റ്റിംഗ് നെറ്റ് ഉണ്ട്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഈ മുകളിൽ കാണിക്കുന്ന ഈ ഭാഗമാണ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബോളുണ്ട്. അപ്പോൾ ഈ നെറ്റ് നമുക്ക് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ലഗുകൾ തമ്മിൽ അടുത്ത് വരും. നെറ്റ് ലൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ലഗുകൾ എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പ്രിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കിക്ക് സെറ്റായിട്ട് നമുക്ക് മെഷർമെൻറ്റ് സെറ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ കിക്കായിട്ട് നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് മെഷർമെൻറ്റ് എടുക്കാനും വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ നേരത്തെ കേസുകൾ നിങ്ങൾ നോക്കിയാൽ ഈ ലഗുകൾ പുറത്തോട്ടോ അല്ലെങ്കിൽ അകത്തോട്ടോ ആക്കുമ്പോൾ നമ്മൾ മാനുവലി കൈകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ മൂവ്മെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഇവിടെ നമുക്ക് നെറ്റ് ബോൾട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ അഡ്ജസ്റ്റിംഗ് നെറ്റ് ഉപയോഗിച്ച് ടൈറ്റ് ആക്കുമ്പോൾ ഈ ലഗിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാലിപ്പറാണ് ഇത് സ്പ്രിംഗ് ജോയിൻറ്റ് കാലിപ്പർ എന്ന് പറയുന്ന കാലിപ്പർ. ഇനി കാലിപ്പറിനെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ലെങ്ത്ത് എന്ന് പറയുന്നത് എവിടെ നിർത്തേക്കാണ്, ഇതിൻ്റെ സ്പ്രിംഗ് ജോയിൻറ്റിൻ്റെ സെൻറ്റർ മുതൽ, അതായത് ഇതിൻ്റെ പിവറ്റ് സെൻറ്റർ മുതൽ ഈ ലെഗ് ഉണ്ടാവും, ലെഗിൻ്റെ ബോട്ടം സൈഡ് അല്ലേ, അതിൻ്റെ ടിപ്പ് വരെയുള്ള ഇതിനെയാണ് അതിൻ്റെ എന്ത് പറയുക, അതിൻ്റെ ലെങ്ത്ത് അല്ലെ സൈസ് എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു കാലിപ്പറിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ പിവറ്റ് ലെങ്ത്ത്, പിവറ്റിൻ്റെ സെൻറ്റർ മുതൽ ലെഗിൻ്റെ ടിപ്പ് വരെയുള്ള ഭാഗത്തിനെയാണെന്ന് പറയാം അതിൻ്റെ സൈസ് അല്ലെ ലെങ്ത്ത് എന്ന് പറയാം. അത് ഡിഫറെൻറ്റ് ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ 150 ആണെങ്കിൽ ഈ സൈസ് എന്ന് പറയുന്നത് ഈ ലെങ്ത്ത് എത്രയായിരിക്കും ഉണ്ടാവുക, 150 ആയിരിക്കും. 200 ആണെങ്കിൽ ഈ ലെങ്ത്ത് 200 ആയിരിക്കും ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ടൈപ്സ് ഓഫ് കാലിപ്പേഴ്സ്. ടൈപ്സ് ഓഫ് കാലിപ്പേഴ്സിൽ രണ്ടാമത്തത് അതിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ ലെഗ് ഷേപ്പ് അല്ലേ, ലെഗിൻ്റെ ഷേപ്പ് എന്താണോ എന്നതിനനുസരിച്ചിട്ട് അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തിനാണ് ഔട്ട്സൈഡ് കാലിപ്പേഴ്സ്, രണ്ടാമത്തത് ഇൻസൈഡ് കാലിപ്പേഴ്സ്, മൂന്നാമത്തത് ട്രാൻസ്ഫർ കാലിപ്പേഴ്സ്, നാലാമത്തത് ജെന്നി കാലിപ്പേഴ്സ്. ഇങ്ങനെ 4 കാലിപ്പേഴ്സ് ആയിട്ടാണ് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ലെഗിൻ്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ അത് നമുക്ക് ഓരോന്ന് എന്താണെന്ന് പഠിക്കാം. ആദ്യമായി ഔട്ട്സൈഡ് കാലിപ്പേഴ്സ്. അപ്പോൾ ഔട്ട്സൈഡ് കാലിപ്പേഴ്സിൻ്റെ പ്രത്യേകത അത് ഉപയോഗിക്കുന്നത് ഓൺലി എക്സ്റ്റേണൽ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഒരു ലെങ്ത്ത്, ഒരു ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യാം, ഒബ്ജക്റ്റിൻ്റെ തിക്നെസ് അല്ലെ ഹൈറ്റ് നോക്കാം. അതുപോലെ തന്നെ ആ ഒരു സിലിണ്ടറിക്കൽ റോഡാണെങ്കിൽ അതിൻ്റെ എക്സ്റ്റേണൽ ഡയമീറ്റർ മെഷർ ചെയ്യാം. അപ്പോൾ എക്സ്റ്റേണൽ ഡയമെൻഷൻസ് മാത്രം അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഡയമെൻഷൻസ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാലിപ്പറിനെയാണ് നമ്മൾ എന്ത് പറയുക, ഔട്ട്സൈഡ് കാലിപ്പർ എന്ന് പറയും. അപ്പോൾ ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഇതൊരു ഔട്ട്സൈഡ് കാലിപ്പറാണ്. ഈ രണ്ട് കാലിപ്പറും ഔട്ട്സൈഡ് തന്നെയാണ്, പക്ഷെ എന്തൊരു വ്യത്യാസമുണ്ട്. ഇത് ഒന്ന് ഫേം ജോയിൻ്റ് ആണ്, ഇത് സ്പ്രിംഗ് ജോയിൻ്റ് ആണ്. ഇനി ഇതിലെങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നത് നിങ്ങൾ നോക്കാം. ഇതിപ്പോൾ ഒരു പാർട്ടിൻ്റെ തിക്നെസ് ആണ്. തിക്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ കാലിപ്പർ ഇവിടത്തേക്ക് വെച്ചു. ഇനി ഈ നെറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ചെറുങ്ങനെ ടൈറ്റ് ആവും. ടൈറ്റ് ആകുമ്പോൾ എന്താവും, ഈ രണ്ട് ലെഗുകളും വന്ന് ടൈറ്റായിട്ട് ഈ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ വന്നിട്ട് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യും, ഈ കാലിപ്പർ നമ്മൾ എല്ലാം റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന പോലെ സ്റ്റീൽ റൂളിൻ്റെ ഒരെൻഡിൽ വെക്കും, ഒരെൻഡിൽ ഒരു ലെഗ് ഫിറ്റ് ചെയ്ത് വെച്ചു, അടുത്ത എൻ്റെ എവിടെയാണ് വരുന്നത് നോക്കും. ഈ രണ്ട് ലെഗുകൾക്കിടയിൽ എത്രയാണോ മെഷർമെൻറ്റ് വരുന്നത് അതായിരിക്കും എന്തുണ്ടാവുക, ഈ ഒബ്ജക്റ്റിൻ്റെ തിക്നെസ് ഉണ്ടാവുക. ഇങ്ങനെയാണ് ഒരു ഔട്ട്സൈഡ് കാലിപ്പർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുന്നത്. അതുപോലെ ഈ ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഒരു സിലിണ്ടറിക്കൽ റോഡാണ്, അതിൻ്റെ എക്സ്റ്റേണൽ ഡയമെൻഷൻസ്
മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ കാലിപ്പർ ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടോ ഈ രണ്ട് ലെഗുകൾ ഇവിടെ വന്ന് നിൽക്കും. അതായത് ഇത് ഈ നെറ്റ് ടൈറ്റ് ചെയ്യും. അപ്പോൾ നെറ്റ് മാക്സിമം ടൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഫുൾ ടൈറ്റ് ആക്കാൻ പാടില്ല. ഈ ഒബ്ജക്റ്റിലേക്ക് ഈ ലെഗ് സ്ട്രൈക്ക് ചെയ്യുന്നവരെ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഈ കാലിപ്പറിനെ എന്ത് ചെയ്യുക, മുകളിലോട്ടേക്ക് വലിച്ചെടുക്കുക. ഇതേപോലെ മെഷർ ചെയ്യുക. ഈ രണ്ട് ലെഗുകൾക്കും ഇടയിൽ എത്രയാണോ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കിട്ടുന്നത് അല്ലെങ്കിൽ മെഷർമെൻറ്റ് കിട്ടുന്നത്, അതായിരിക്കും ഈ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻസൈഡ് കാലിപ്പർ. അപ്പോൾ ഇൻസൈഡ് കാലിപ്പർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇൻസൈഡ് കാലിപ്പർ ഉപയോഗിക്കുന്നത് ഓൺലി ഫോർ എ ഇൻസൈഡ് മെഷർമെൻറ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻസൈഡിലുള്ള മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാലിപ്പറിനെയാണ് എന്ത് പറയുക, ഇൻസൈഡ് കാലിപ്പർ എന്ന് പറയുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സർക്കുലർ ഒരു ട്യൂബിൻ്റെ അല്ലെങ്കിൽ ഒരു ഹോളോ സിലിണ്ടറിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്ലോട്ട്, ഇപ്പോൾ സ്ക്വയർ സ്ലോട്ടോ അല്ലെങ്കിൽ ഹെക്സാഗണൽ സ്ലോട്ടോ, അതിൻ്റെ ഡയമെൻഷൻസ് മെഷർ ചെയ്യാൻ എന്ത് ഉപയോഗിക്കാം, ഈ ഇൻസൈഡ് കാലിപ്പർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഫിഗർ കാണിച്ചിരിക്കുന്ന ഈ ഭാഗത്തെയാണ് ഇൻസൈഡ് കാലിപ്പർ എന്ന്. അപ്പോൾ നേരത്തെ ഔട്ട്സൈഡ് കാലിപ്പറുമായിട്ട് എന്താ വ്യത്യാസമുള്ളത്? ഔട്ട്സൈഡ് കാലിപ്പറിൻ്റെ ലെഗുകൾ ഇങ്ങോട്ടാണ് ബെൻഡ് ചെയ്യുക, ബെൻഡ് ഇൻവേർഡാണ്, ഉള്ളോട്ടേക്കാണ് ബെൻഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇൻസൈഡ് കാലിപ്പറിൻ്റെ ആണെങ്കിലോ ഇതിൻ്റെ ലെഗ് എന്ന് പറയുന്നത് ഔട്ട്സൈഡിലേക്ക് ബെൻഡാണ്. ഇതും അതേപോലെ തന്നെ ഇത് ഒന്നാമത്തെ ഫിഗർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫേം ജോയിൻ്റ് ആണ്, രണ്ടാമത്തെ കാണിച്ചിരിക്കുന്നത് സ്പ്രിംഗ് ജോയിൻ്റ് ആണ്. ഇനി എങ്ങനെയാണ് ഇത് എടുക്കുന്ന മെഷർമെൻറ്റ് നമ്മൾ നോക്കുക. ഒരു സിലിണ്ടറിക്കൽ ഒരു ഹോളോ പാർട്ടാണ്, അതിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് ലെഗുകൾ ഇവിടെ സ്ട്രൈക്ക് ചെയ്തു അല്ലേ. ഇനി ഇതെന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ റിമൂവ് ചെയ്യുക, സ്റ്റീൽ റൂൾ വെച്ചിട്ട് മെഷർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട്, അതായത് ഈ പോയിൻറ്റും ഈ രണ്ട് ടിപ്പുകളുണ്ടോ അല്ലേ, ഇതിനിടയിലുള്ള ഈ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത്, ഈ ട്യൂബിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫർ കാലിപ്പർ. അപ്പോൾ നേരത്തെ ഒരു ഔട്ട്സൈഡ് കാലിപ്പർ പോലെ തന്നെയാണ് ഉള്ളത്, പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു ലെഗ് എന്തായിരിക്കും, ഇതിനെ പറയുന്ന പേരാണ് ഫോൾസ് ലെഗ് എന്നാണ് പറയുക. ഈ ഭാഗത്തിന് പറയുന്ന പേര് ഫോൾസ് ലെഗ്. ഈ ഫോൾസ് ലെഗിൻ്റെ മുകളിൽ ഒരു സെറ്റ് സ്ക്രൂ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താവും, ഈ ലെഗ് നോർമൽ കേസിൽ ഈ സെറ്റ് സ്ക്രൂവിന് ലോക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് നോർമൽ കേസിൽ ലോക്ക് ആക്കിയിട്ടില്ല എങ്കിൽ ഈ ലെഗ് എന്താവും, നേരെ വെർട്ടിക്കലി ആയിരിക്കും നിൽക്കുക, അതായത് ഫ്രീ ആയിട്ടായിരിക്കും നിൽക്കുക. ഇനി ഇതൊരു കാലിപ്പറായിട്ട് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ലോക്ക് പ്ലേറ്റ് ഈ സെറ്റ് സ്ക്രൂവിലേക്ക് കൊടുത്താൽ മാത്രമേ ഇതൊരു എന്തായിട്ട് കാലിപ്പറായിട്ട് ആക്ട് ചെയ്യൂ. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ചെറിയ നാരോ സ്പേസുകളൊക്കെ ഉണ്ടാവും. ആ നാരോ സ്പേസുകളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ട്രാൻസ്ഫർ കാലിപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ജെന്നി കാലിപ്പർ. അപ്പോൾ നേരത്തെ ഉപയോഗിച്ച കാലിപ്പറിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലിപ്പറാണ് ജെന്നി കാലിപ്പർ. ഇതിൻ്റെ ഒരു ലെഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പോയിൻ്റർ ആയിരിക്കും. നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ലെഗ് പോയിൻ്ററാണ്, മറ്റേ ലെഗ് നേരത്തെ കാണിച്ചിരിക്കുന്ന പോലത്തെ ഷേപ്പാണ് അല്ലേ. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഓബ്ജക്റ്റിന് പാരലായിട്ടൊരു ലൈൻസ് വരയ്ക്കണം, അതുപോലെ തന്നെ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റും, ഈ ഫ്ലാറ്റ് സർഫസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇപ്പുറത്തെ ഭാഗത്ത് സെൻറ്റർ മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ സെൻറ്റർ മാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ പാരലൽ ഔട്ട്സൈഡ് വരയ്ക്കാനും അതുപോലെ തന്നെ പാരലൽ ഇൻസൈഡ് കാണിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന കാലിപ്പറാണ് എന്ത്, ജെന്നി കാലിപ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെ നിങ്ങൾക്ക് ഈ ഫിഗർ, രണ്ടാമത്തെ ഫിഗറിൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഈ ബെൻഡായിട്ടുള്ള ഈ ഭാഗം അല്ലേ, ഈ ബെൻഡായിട്ടുള്ള ഭാഗം നമ്മളിവിടെ വെക്കും, ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ വെക്കും. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് പോയിൻ്ററാണ്, ഈ പോയിൻ്റർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ സർക്കിളിൻ്റെ അകത്ത് ഇതേപോലെ ഒരു ആർക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ പോയിന്റിൽ നമുക്ക് ഈ 4 ആർക്കിൻ്റെ ഇടയിൽ വരുന്ന ഈ പോയിന്റ് കണ്ടുപിടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതതിൻ്റെ മിഡിൽ പോയിൻ്റ് ആണെന്ന് പറയാം. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ സാധിക്കും, ഈ പോയിൻ്റർ ഉപയോഗിക്കുന്നത് സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ 25 mm ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു 15 mm എടുക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ബെൻഡായിട്ടുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്തു, സ്റ്റീൽ റൂളിൻ്റെ ഒരു എൻഡിൽ വെച്ചു, പോയിൻ്റർ നമ്മൾ ഈ 50 mm ലൈനിൽ കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇവിടെ നിന്നടുത്തേക്കുള്ള അളവ് 50 ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ. ആ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെടുത്തത്. ഇനി എന്ത് ചെയ്യുക, ഈ ലെഗ് ഈ സർഫസിന്, അതായത് ഇത് മെഷീൻ്റെ സർഫസാണ്, ആ സർഫസിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ടച്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ പോയിൻ്റ്, ഈ സാധനം എല്ലാം എന്ത് ചെയ്യുക, അതായത് ഈ ജെന്നി കാലിപ്പർ ഈ റോഡിൻ്റെ അല്ലെങ്കിൽ ഈ ഫ്ലാറ്റ് പീസിൻ്റെ എൻ്റയർ ലെങ്ത്തിൽ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ മൂവ് ചെയ്യുന്ന സമയത്ത്
ഈ പോയിൻ്റർ എന്ത് ചെയ്യും, ഇവിടെ മാർക്കിംഗ് ആണ്. അപ്പോൾ ഈ മാർക്കിങ്ങിന് ഒരു പ്രത്യേകത, ഈ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് ഈ സൈഡിന് എന്തായിരിക്കും, പാരലായിട്ടായിരിക്കും വരും. അപ്പോൾ പാരലൽ ലൈൻസ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, മെറ്റീരിയലിൻ്റെ മുകളിൽ പാരലൽ ലൈൻസ് വരയ്ക്കാൻ എന്ത് ഉപയോഗിക്കാം, ജെന്നി കാലിപ്പർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഓക്കെ.